ഹായ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ രാവിലെ നേരം വെളുത്തപ്പോഴല്ലോ എല്ലാവർക്കും ഒരു ആഗ്രഹം കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത്. എന്നാൽ പിന്നെ രാവിലെ ഒന്ന് ഫ്രഷായിട്ട് ബീഫ് മേടിക്കാൻ വേണ്ടി ഞങ്ങൾ ബീഫ് മേടിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വീഡിയോ എടുത്തതിന് ശേഷമാണ് ഇത് മറന്നു ഈ വീഡിയോ എടുക്കാൻ. ബീഫ് ഓൾറെഡി മേടിച്ചു. ഇല്ലാതെ അപ്പോൾ നമ്മൾ ബീഫ് മേടിച്ചു, എല്ല് മേടിച്ചു, ബീഫല്ല എല്ല് മേടിച്ചു. എന്നിട്ട് പോവാണ് ഇതിനകത്ത് കപ്പ മേടിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അപ്പോൾ നമ്മൾ കപ്പ മേടിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ ഉണ്ട്, ഇവിടെ ഇച്ചിരി കൂടി നല്ല കപ്പയാണോ? ഒരു 3 കിലോ എടുക്കേ. അപ്പൊ നമ്മള് കപ്പ ഇവിടുന്നാ മേടിച്ചു കേട്ടോ. 3 കപ്പ മേടിച്ചു. ബാക്കി കാഴ്ച ഇവിടെ നല്ല മഴ പെയ്തോണ്ടിരിക്കും. ഇടുക്കി ഇവിടെ നല്ല മഴ കേട്ടോ. ഇതല്ലേ നല്ല മഴ പെയ്തോണ്ടിരിക്കും. രാത്രിയൊക്കെ നല്ല ഉഗ്രം മഴ വന്നു. വരില്ല കോട്ടൊക്കെ ഇട്ടതാണ് നനഞ്ഞ് വെളിയുടെ വയ്ക്കും. എത്രയായിരുന്നു? 120 പൈസ കൊടുക്കും. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് കപ്പ ഇങ്ങനെ കൊത്താൻ വേണ്ടി പോകണം. കപ്പ എല്ലാം ഇങ്ങനെ കപ്പയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് എൻ്റെ വൈഫിനെയും കപ്പ ഇങ്ങനെ കുത്തി പീസ് നോക്കും. ഓക്കെ, വേണ്ടേ ഒരു സൈഡിൽ എല്ല് നല്ല കഴുകി വൃത്തിയാക്കുവാണ് അച്ഛൻ. വേണ്ടേ നല്ല വാരിയില്ലാണ്. അപ്പോൾ നന്നായിട്ട് കഴുകിയെടുക്കുവാണ് വെട്ടി കഴിഞ്ഞിട്ട്. എൻ്റെ കപ്പ ഇനിയും ഇങ്ങനെ കൊത്തുവാണ്. സ്പീഡിൽ പോട്ടെ കേട്ടോ. കപ്പ ഇനി കൊത്തുന്നു. അപ്പൊ നിങ്ങളായാലും ഇങ്ങനെ സ്പീഡിൽ കപ്പ ഇങ്ങനെ കുത്തുന്നവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ട്രൈ ചെയ്ത് അത് പക്ഷെ കപ്പ നാട്ട് പോകാനിരിക്കുവാണ്. അപ്പൊ ഞങ്ങള് കപ്പ കൊത്തട്ടെ, അടുത്ത പണിയിലോട്ട് പോട്ടെ. ഇനി ഞാൻ കുറച്ചു നേരം കപ്പ കൊത്താൻ പോണേ. ഇതുപോലെ ഒന്നിനൊന്ന് മെച്ചമുണ്ടോ? വലിയ പീസായി പോകുന്നത് കുഴപ്പമില്ല, നമുക്കത് കടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നിങ്ങൾ ആരെങ്കിലും കപ്പ കൊത്തിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യണേ. ലാസ്റ്റ് സാധാരണ എല്ലാവരും കപ്പ കൊത്തി കഴിയുമ്പോൾ അതിന് അറ്റത്ത് ലാസ്റ്റ് അതിന്റെ നാര് കിട്ടും. ഞങ്ങള് കൊത്തുന്നതിന് അത് നാരില്ല കേട്ടോ. നാരോട് കൂടിയാണ് ഞങ്ങൾ കൊത്തുന്നത്. നാരൊന്നും ബാലൻസ് വെച്ചിട്ടില്ല. നല്ല വെള്ള കപ്പ, നല്ല തൂവെള്ള കളറിലെ. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഇതുണ്ടോ, ഈ നാല് ലാസ്റ്റ് കിട്ടണ്ടാണ്. ഇതുണ്ടോ, എല്ലാം കഴിയുമ്പോൾ ഈ 4 ലാസ്റ്റ് വരണം. പക്ഷെ ഈ 4 ഞങ്ങൾ ഇതിന്റെ അകത്ത് പോയിട്ടുണ്ടോ? ഇനി കണ്ടോണ്ട് വെട്ടിക്കളഞ്ഞേക്കാം. ചെയ്യണോ? കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നത് വിറകടുപ്പ് കേട്ടോ. അതുകൊണ്ട് വിറകടുപ്പ് അങ്ങനെ ഉപയോഗിക്കാറില്ലാത്തതാണ്. ഇന്നലെ അവത്തവശാൽ ഗ്യാസ് തീർന്നു പോയി അങ്ങനെ ഇവിടുത്തെ. അപ്പൊ ഇന്നലെ ഞായറാഴ്ച ഉണ്ട്, ഗ്യാസ് എടുക്കാൻ പറ്റിയില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ വിറകടുപ്പിലാണ് ഇന്നലെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയത്. അപ്പൊ ഇന്ന് കപ്പ ബിരിയാണിയും ഇതിലാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ വിറകടുപ്പൊക്കെ സെറ്റാക്കുവാണ്. രാവിലെ അമ്മ ഒന്ന് ഓൾറെഡി കത്തിച്ചു സെറ്റാക്കി. അപ്പോൾ ഈ വിറകടുപ്പിലാണ്. ഓക്കെ, വേണ്ടേ നമ്മുടെ കപ്പ ബിരിയാണിക്കുള്ള എല്ല് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല നെയ്യോട് കൂടിയതും ഇറച്ചിയോട് കൂടിയതുമാണ്. അപ്പോൾ ചിലയിടത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ല് മാത്രം കിട്ടും, കുറേ എല്ല് മാത്രം കിട്ടും, അതിൻ്റെ ഇറച്ചിയൊന്നും കാണും. പക്ഷേ ഇവിടത്തിനത് നല്ല ഇഷ്ടംപോലെ ഇറച്ചിയുണ്ട്, എല്ലുണ്ട്, നല്ല നെയ്യുണ്ട്. ഇത് കണ്ടോ, കപ്പകത്ത് എവിടെ എത്തിയേ? കപ്പകത്തൊന്നും ആയില്ലേ? ഇത് വാട്ടുകപ്പ വെക്കുന്ന പോലെ ആയി പോലും. വാട്ടുകപ്പയുടെ പോലെ ചടപടാൻ കുത്തിക്കേ, കടകടകടകടാൻ കുത്തിക്കേ. ഇതുമായിട്ട് വലിയ യുദ്ധമാണല്ലോ നിങ്ങൾക്ക്. കപ്പയായിട്ടുള്ള ഒരു യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതല്ലേ നോവിക്കാതെയാണ് കിട്ടുന്നോ അല്ലേ? നമ്മുടെ പണ്ട് മേടിച്ച നമ്മുടെ
താറാവ് ഈടിക്കും വഴി താറാവ്, വെള്ളത്താറാവ്, നമ്മുടെ കൽഗങ്ങൾ നിൽക്കുന്നു. കേട്ടില്ലേ, ചകഞ്ഞ് നിൽക്കുവാണ്. ഇതുണ്ടോ, കേട്ടില്ലേ. ഇനി ഇവന്മാരെ കുറച്ച് കഴിയുമ്പോൾ കറി വെക്കണം. ഇവന്മാർക്ക് അറിയാം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതിനെ എടുക്കുമ്പോൾ ഇവന്മാർക്ക് അറിയാം ഞങ്ങളെ കൊല്ലാൻ സമയമായെന്ന് തോന്നുന്നു. അങ്ങനെ ചിന്തിക്കുന്നുണ്ടായി, അറിയില്ല. ഇതുണ്ടല്ലേ, ഇത് ഞങ്ങൾ ഈടിക്കും മേടിച്ചു ചേട്ടാ. ഒരു ഇത്രയായി. ഉണ്ട് വെള്ളത്താറാച്ചി. ഇതാണ് ഞങ്ങളുടെ കലകങ്ങൾ. 3 കലകമുണ്ട്. 2 പൂവനും ഒരു പിടച്ചിയുണ്ട്. ഇത് പിടച്ചി, 2 പൂവന്മാർ. ഇതിൻ്റെ അടുത്ത ഭാഗം വെളുത്തുള്ളി ചതയ്ക്കും കേട്ടോ. നമ്മുടെ ഇടികലിൻ്റെ അതിൽ ഒന്ന് അതിൻ്റെ തൊലി ഒന്ന് കളയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കുന്നു. ഇടിക്കാനായിട്ട് കല്ലുണ്ട്, പക്ഷേ ആ കല്ലിട്ട് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് കിട്ടും. നമ്മുടെ ഈ ടൈല് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഇടികലിൻ്റെ അകത്ത് കമ്പ് വെച്ച് ഇടിക്കുമ്പോൾ വലിയ സൗണ്ട് കേൾക്കില്ല. ഇടിക്കുക. ഇന്ന് നമ്മളിവിടെ മഴയോട് കൂടിയ മഞ്ഞ കേട്ടോ, കാണിക്കാവേ. വീടിൻ്റെ ഇവിടെ നിന്ന് ഇതുണ്ടോ, പെരപ്പൊക്കത്ത് ഒരു പോകണം കേട്ടോ. ഇതുണ്ട് ഇവിടെ രാവിലെ നല്ല അയ്യോ ഇന്ന് ഭയങ്കര മഞ്ഞ. ഇതുണ്ടോ പെരപ്പൊക്കത്താട്ടോ. ഇതുണ്ട് ഫുള്ള് ചുറ്റും മഞ്ഞ് കയറിയേക്കാണ്. ഇതുണ്ടോ വീടിന് 4 ചുറ്റും മഞ്ഞ് കയറുന്നുണ്ടല്ലേ. ഇത് പുകയാട്ടോ. ഇതിപ്പോൾ നമ്മൾ വിറകടുപ്പ് കത്തിച്ചുകൊണ്ട് പുക പറന്നു വരുന്നതാണ്. ഇതുണ്ടല്ലേ വീടിന് 4 ചുറ്റും മഞ്ഞ് കയറിക്കുന്നുണ്ടോ. അങ്ങ് കാണുന്ന സ്ഥലമൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ കാണാമായിരുന്നു ഇവിടെ നിന്നാലും. ഇതല്ലേ അങ്ങ് ദൂരം കണ്ടോ, മൊത്തം മഞ്ഞ് കയറി ഇരിക്കും. ഇത് കണ്ടില്ലേ. ഹായ് പറഞ്ഞേ ഹായ് ഓക്കെ. ഇതുണ്ടോ, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ മണ്ടഭാഗം. ഇതുണ്ടോ പുറകുവശം അങ്ങ് ഉണ്ടല്ലേ ദൂരെ ഫുള്ള് മഞ്ഞ് കയറിയേക്കാണ് ഞങ്ങളുടെ വീടിന്. കണ്ടോ വിറകടുപ്പിൽ നിന്ന് പുക വരുന്നതാണ് ഈ കാണുന്നത്. കണ്ടോ മഞ്ഞ് കയറി ഫുള്ള് കോട കയറിയേക്കാണ്. കണ്ടല്ലേ ചുറ്റും കോടയാണ്. നമ്മൾ വിറകടുപ്പിലോട്ട് നമ്മുടെ ഒരു സൈഡിൽ കപ്പ വെച്ചു, കപ്പ വെക്കാനുള്ള വെള്ളം. ഒരു സൈഡ് കണ്ട ബീഫ് ചൂടാക്കാൻ വെച്ചു. ഇതാണ് കപ്പ വേകാൻ വെച്ചു. ഇതിൻ്റെ അടുത്ത് കണ്ടേ ചൂട് വെള്ളം തിളച്ച് കഴിയുമ്പോൾ ഇതൊരു കപ്പ ഇടാൻ പോകുന്നുണ്ടല്ലേ. നല്ല വെളുവിളാതിരിക്കുന്ന കപ്പയാണ് ഇടുന്നതല്ലേ. കൈ പൊള്ളല്ലേ, കൈ പൊള്ളാതെ കുറച്ച് വാരി ഇട്ടു. കൈ പോലെ കപ്പ പോലെ ഓരോ കപ്പയ്ക്കും ഭയങ്കര വിലയുമാണ് അല്ലേ. വിറകടുപ്പിൻ്റെ അകത്ത് വെച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചിയും ഒക്കെയാണ്. പക്ഷേ ഈ പുക കാരണം ഇവിടെ നിൽക്കാൻ പറ്റില്ല. അയിലങ്കാരിന്ന് തെറി വിളിക്കുന്ന അറിയത്തില്ല. കപ്പ ബിരിയാണി തിന്നു കഴിയുമ്പോൾ അയിലങ്കാർ തെറിയും പറയുമെന്ന് അറിയത്തില്ല. ഭയങ്കര പുകയാണ്. കുറേ നാൾക്ക് ശേഷമാണ് ഈ വിറകടുപ്പ് ഉപയോഗിക്കുന്നത് കേട്ടോ. പക്ഷെ രസമാണ്. ഇതല്ലേ വിറകടുപ്പ് വെക്കുമ്പോൾ ഏറ്റവും രസം കാണാൻ വെച്ചാലോ അവിടെ ഉപയോഗിക്കുന്ന പാത്രങ്ങളാണ്. എന്തൊരു ഭംഗിയെന്ന് നോക്കിയല്ലേ. പെറ്റ തലതാക്കിയെന്ന് പറഞ്ഞോളൂ. പാത്രത്തിൻ്റെ ഒക്കെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഒരു കുക്കറിൻ്റെ അവസ്ഥയാണ്. ഇത് നിലവിളക്കാണോ കരിവിളക്കാണോ എന്ന് അറിയത്തില്ല. ഇതല്ലേ കപ്പയിട്ട് തീർന്നില്ല. ഇപ്പൊ തികയത്തില്ല പാത്രത്തില്. കേട്ടേ വെട്ടി കത്ത് അതല്ലേ. ഞാനിങ്ങനെ കാഴ്ച കണ്ടോണ്ടിരിക്കും കേട്ടോ. ഇതല്ലേ കാഴ്ച. അപ്പൊ നമ്മുടെ വിറകടുപ്പ്, ഇത് നമ്മുടെ കപ്പ, ഇത് നമ്മുടെ ബീഫ്. പറഞ്ഞു കൊടുക്ക ബീഫ്. ഇനി കപ്പയ്ക്ക് ബീഫിന്റെ സൗണ്ട് കേട്ട് കഴിയുന്നതിനും നമ്മള് ബീഫ് തൊകറി റെഡിയാവും. എന്നിട്ട് പിന്നെ നമ്മള് ചട്ടിക്കകത്തിട്ടിട്ട് സെറ്റാക്കുക. അന്നപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ കപ്പ തിളച്ച് വരുന്നു. പിന്നെ കപ്പയെ രണ്ടും കൂടി മിക്സ് ചെയ്യുന്നു. അങ്ങോട്ട് ഇളക്കുന്നു, നിങ്ങളെ കാണിക്കുന്നു, ഞാനത് കഴിക്കുന്നു. ബീഫ് വെക്കുന്നത് അത് ജാപ്പടിക്ക് പറഞ്ഞ പോലെ ഇതുണ്ട്. ഇങ്ങനെ അടുപ്പിനകത്ത് ഊതിയിട്ട് എത്ര എല്ലും കപ്പും കഴിക്കണ എന്ത് ബുദ്ധിമുട്ടാ. ഒരു ചിരട്ട ഇട്ട് കൊടുത്തിട്ട് ചിരട്ട കത്തി ഒരു നിങ്ങളിങ്ങനെ മറ്റേ പഴയ അടുപ്പിൽ അതിങ്ങനെ കമ്പി വെച്ചിങ്ങനെ ഊതിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം കേട്ടെ. കത്തി അങ്ങനെ ഞാൻ ഇത് വെച്ച് ഊതി അത് കത്തിച്ചു. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഒരു പച്ചമുളക് ഇട്ട് കാണിക്കുന്നത്. അമ്മ പച്ചമുളക് എരിവാണ്. കാണിക്കാവേ. ഇത് അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഫിസിലടിച്ചു. കപ്പ തിളച്ചു. ഉണ്ടോ ഒരു ഫിസിലടിച്ചു. നമ്മൾ കുറേ ഫിസിലടിച്ച് കഴിയുമ്പോൾ നമ്മൾ താത്തിട്ടു. പിന്നെ കപ്പ ഇങ്ങനെ കുളുകുളാന്നിങ്ങനെ വെക്കാൻ തുടങ്ങി. കപ്പ ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ബീഫിന് എത്ര അടിക്കണമേ ഫിസില്? ഒരു 8-10 ബീഫിനുണ്ട്. നല്ല വേഗണം. അപ്പോൾ അതുകൊണ്ട് ബീഫിന് ഒരു 8-10 കൂടെ ഫിസിലടിക്കണം.
കണ്ടില്ലേ, ഊതി 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 മുഖം മൊത്തം കറുത്തു. അപ്പൊ നമ്മള് അതിന് സമയത്ത് അമ്മ ഇവിടെ സവോളയും നമ്മുടെ ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില ഇതെല്ലാം കൂടെ സെറ്റാക്കി വെച്ചേക്കുവാണ്. ഇതിനകത്ത് ഇവനൊന്ന് ഫിസിലടിച്ചൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ ഇവനെ നമുക്ക് നൈസായിട്ട് മാറ്റിയിടണം. തീർട്ടില്ലേ, വെയിറ്റ് ചെയ്തോണ്ടിരിക്കും അടുത്ത ഫിസിലിന് വേണ്ടി. വെയിറ്റ് ചെയ്യട്ടെ. കമാൺ പെട്ടെന്ന് സ്പീഡിൽ വരും, സ്പീഡിൽ ഗ്യാസ് ഇരിക്കും. ഇപ്പൊ വരും അടുത്ത ഫിസില്. കപ്പ കളിച്ചേട്ടോ. അടുത്തത് കപ്പയ്ക്കുള്ള അരപ്പിന് വേണ്ടിയുള്ള കൂട്ടുകളാണ് ഈ കാണുന്നത് കേട്ടോ. നമുക്ക് തേങ്ങ, പച്ചമുളക്, വെളുത്തുള്ളി, നമ്മുടെ ഉള്ളി എല്ലാം ഇട്ടിട്ട് ഇനി ഇന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കും. ഇതേണ്ട മിക്സിയിലിട്ടൊന്ന് അരച്ചെടുത്തു. ഇതേണ്ട ഈ ലെവലിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തു. ഇനി അത് നേരെ കപ്പയ്ക്കകത്തോട്ട് വെള്ളം ഊറ്റിയതിന് ശേഷം ഞാൻ കുറച്ചൊരു ഊതിനകത്ത് എൻ്റെ വൈഫ് വന്നിട്ട് നല്ല മറ്റേ നമ്മുടെ ചിരട്ടയിട്ടിട്ട് ഊതുവാണ് കത്താൻ വേണ്ടി തന്നെ. മടുത്തു. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അതെ, ഇനിയിപ്പോ ഞങ്ങൾ രാവിലത്തേക്കിന് വേണ്ടിയാണ് കപ്പ ഉദ്ദേശിച്ചത്. രാത്രിത്തെ 8 മണിയാകുമ്പോൾ ഞങ്ങൾ കപ്പ ബിരിയാണി റെഡിയാവും. അപ്പൊ ഞങ്ങള് അതുവരെ ഇങ്ങനെ റെഡി ആയിക്കും. അച്ഛൻ കട്ടപ്പനയ്ക്കും പോയി. തീരുമാനം. നമ്മള് കപ്പയുടെ വെള്ളം ഊറ്റിക്കളയാം കേട്ടോ. കപ്പയുടെ വെള്ളം നമ്മൾ ഇങ്ങനെ ഊറ്റിക്കളഞ്ഞു. അതുകൊണ്ട് പുക വരുന്നത്, പുകയല്ല, അതിന്റെ ആവി ഇങ്ങനെ കപ്പയുടെ വെള്ളം ഇങ്ങനെ മൊത്തം വെള്ളം ചൂടാ ഇങ്ങനെ കളയാണ്. കണ്ടു കഴിഞ്ഞാൽ അത് പറയുന്നത് ഇടയ്ക്ക് വരും. നമ്മുടെ ബീഫ് മൂന്നാമത്തെ 4മത്തെ കണ്ട കേട്ടോ. ഇതിലൊരു 3 മതി അല്ലേ? അതിനുശേഷം നമ്മൾ ഇതിനെ നേരെ കുട്ടകത്തിലിട്ടിട്ട് ഒന്ന് വേവിച്ചതിന് ശേഷം കപ്പയൊക്കെ അത് ഇട്ടിട്ട് കുട്ടകമല്ല ഉരുളിക്കകത്തിട്ടിട്ട് ഇച്ചിരി ഒന്ന് വെള്ളം വറ്റിയതിന് ശേഷം കപ്പയും കൂടി ഇട്ട് സെറ്റാക്കിയിടും. ഞങ്ങളുടെ കുമ്പിടിയാണ് ഈ വിശന്നിട്ട് ഇങ്ങനെ നടക്കുവാണ്. കുമ്പിടി ഹായ് പറഞ്ഞേ കുമ്പിടി വിശന്നിരിക്കും കേട്ടോ. അതുകൊണ്ട് അവന് ആകെ പടയില്ല. വേണ്ടേ, കപ്പ എല്ലാം നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അരപ്പെല്ലാം ചേർത്ത് നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അടുത്ത് നമ്മൾ കപ്പ റെഡിയായി. അടുത്ത് നമ്മൾ ബീഫും കൂടെ റെഡിയായി കഴിയുമ്പോൾ കപ്പയും കുഴയ്ക്കും. ബീഫും അതിലിടുന്നു, കുഴയ്ക്കുന്നു. എന്നിട്ട് ഒന്നും ആയില്ലോ അല്ലേ, ഇനി ഇത് വഴറ്റണമല്ലോ. ഒന്നും ആയില്ല, ചോറ് കേട്ടോ. ഇനി ഇത് വഴറ്റണം. കപ്പ കുഴയ്ക്കാൻ പോകുന്നത് റെഡി. 1 2 വേണ്ടേ? കപ്പയെ നമ്മൾ ഒരു സൈഡിലോട്ടൊന്ന് കുത്തി എടുക്കുന്നു. നല്ല കുഴയുന്ന കപ്പ കേട്ടോ. ഇനി ഒന്ന് ഒതുക്കണം, അല്ലെങ്കിൽ ഇത് നമ്മൾ കുഴയ്ക്കുമ്പോൾ ഇതിങ്ങനെ താഴെ പോകും. ഇത് ഭയങ്കര പൊടിഞ്ഞു പോകും കപ്പ കേട്ടോ. നല്ല പൊടിയുള്ള കപ്പ പൊടിഞ്ഞിട്ടുണ്ട്. ഇത് കുഴക്കേണ്ട കാര്യമൊന്നും കേട്ടോ. അയ്യോ, ഇത് ഇച്ചിരി പാടാം. നല്ല പൊടിഞ്ഞു വരുന്ന കപ്പേടോ. അതിൽ പൊടിഞ്ഞു പോയത് കുഞ്ഞു കൊത്ത്. പിന്നെ അയ്യോ പോയി ഒരു മിനിറ്റ്. Coba am. Kaca. Super. Kaca. Am kali am. Kaca tuh aja.
ഈ പാത്രം ചെറുതായി പോയി. ഇനി അപ്പുറം പിടിക്കും, വാങ്ങി ബാക്കി കളിക്കാം. ആണോ? പാത്രം മതി. ഞാൻ എടുക്കാം. പാത്രം മതി. ഈ കളർ ചെയ്ത് എന്താ സംഭവം? അപ്പൊ നമ്മുടെ ബീഫ് കറിക്കുള്ള എല്ലിനുള്ള മസാലകൾ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കും. മസാല നമ്മുടെ ഉള്ളി, സവോള, പച്ചമുളക്, കരിയാപ്പില, വെളുത്തുള്ളി തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമുക്ക് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ല ഒരു സൈഡില് അത് വഴരുന്ന, ഒരു സൈഡ് നമ്മുടെ ദേഹം ചുട്ടുകൊള്ളുന്നു. ഒരു ഗ്യാസ് അടുപ്പ് ഉണ്ടായി കഴിഞ്ഞ ഒരു സെറ്റപ്പ് ഇല്ല. എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടായി കഴിഞ്ഞിട്ട് പെട്ടെന്നെല്ലാം പരിപാടി തീരും. ഇതെന്ന് പറയാൻ നമ്മൾ അധ്വാനിച്ച് കപ്പ ബിരിയാണി ഉണ്ടാക്കുക അല്ലേ? പക്ഷെ വിശന്ന് നമ്മൾ രാവിലത്തേക്കിന് വേണ്ടിയാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കിയത്. പക്ഷെ ഇത് ഉണ്ടായി കഴിയുമ്പോൾ ഉച്ചയാകും. അതുകൊണ്ട് വലിയ രാവിലത്തെ സാധനങ്ങൾ ലാഭിച്ചു. ഇപ്പൊ ഏകദേശം 10 മണിയായി. ഇപ്പൊ 10 മണിയായി. അപ്പൊ 11 മണിയാവും ഇങ്ങനെ വെരടി. ഇത്ര നീ കുറച്ച് വേണം. ഒരു ചെറുതായിട്ടൊരു ഒരു എന്താ പറയാ, റെഡ് കളർ ആകുമ്പോ നമുക്ക് ഈ സാധനം എടുക്കാനായത്. ഓക്കെ, നമ്മള് ബീഫ് നമ്മൾ തുറന്നു, നമ്മുടെ കുക്കർ തുറന്നു കേട്ടോ. അപ്പൊ മസാലയ്ക്ക് അത് കുറെ വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് വെള്ളം ഒരു ഇച്ചിരി തിളച്ച് കുറുകി കഴിയുമ്പോഴത്തേനും നമ്മള് ഇതെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്യും കേട്ടോ. ഇതാട്ടെ ബീഫ് നന്നായിട്ട് വെന്ത് തന്നെ അതിൻ്റെ മജ്ജ എല്ലാം അങ്ങോട്ട് ഇറങ്ങി നന്നായി നെയ്യായിട്ട് വന്നിട്ടുണ്ട്. ഇതുണ്ട് നല്ല ഇതുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞപ്പൊടി, പിന്നെന്താ സർവ്വസുഗന്ധി ഇല എല്ലാം ചേർത്തിട്ടുണ്ട്. പെരുംജീരകം പൊടിച്ചത് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഒരു കടയിൽ കിട്ടുന്ന എല്ലാം ചേർത്തിട്ടുണ്ടല്ലോ. ഇപ്പം ഇച്ചിരി വെള്ളം ഒഴിച്ചു. ഇനി ഈ ബീഫും ഇതിന്റെ വേവിച്ച വെള്ളം എല്ലാം കൂടി ചേർത്ത് നമ്മള് ഒന്നുകൂടെ തിളയ്ക്കാൻ വേണ്ടി ബീഫിനെ എടുത്ത് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി ഇങ്ങനെ നമ്മുടെ അടുപ്പിലിങ്ങനെ വെച്ചേക്കണം കേട്ടോ. നന്നായിട്ട് എല്ലാം കൂടെ യോജിച്ച് സെറ്റായി കഴിയുമ്പോഴത്തേനും ഇതിനെ വീണ്ടും എല്ലാം കൂടെ എടുത്ത് നമ്മൾ കുക്കറിലോട്ട് ഇടുന്നു. കപ്പ വെക്കുന്നു, കപ്പയ്ക്കകത്ത് ഇടുന്നു, ഇളക്കുന്നു. ഇച്ചിരി മസാല പൊടി, വെള്ളം ചേർക്കണ പൊടി ചേർക്കുന്നു, ഇളക്കുന്നു. എൻ്റെ ദൈവമേ, ഇത് കൊണ്ട് തിളയ്ക്കുന്നുണ്ട്. നെയ്യ് അങ്ങോട്ട് നല്ല നെയ്യുള്ള ബീഫായിരുന്നല്ലേ. നല്ല തിളച്ച് മറിയുവാണ് ബീഫ്. ഇപ്പൊ ബീഫ് കഴിക്കുന്ന എത്ര പേരുണ്ടെന്ന് കമന്റ് ചെയ്യണം. നല്ല ബീഫ്. നമ്മുടെ കപ്പനെ എടുത്ത് ഇനി കുഴയ്ക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. രണ്ടും കൂടെ മിക്സ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നല്ലത് അതിനെ എടുത്ത് കുഴയ്ക്കാൻ പറ്റിയ നല്ല നമ്മുടെ കുക്കറിലോട്ട് എടുത്തിട്ടു. നല്ല കുഴഞ്ഞിരിക്കുന്ന കപ്പയാട്ടോ. നല്ല ഇതുണ്ടോ, നല്ല പൊടിഞ്ഞ് നല്ല പൊടിയായിട്ടിരിക്കുന്ന കപ്പയാണ്. ഇതുണ്ടല്ലേ, ഇതുണ്ടോ, നല്ല പൊടിയായിട്ടിരിക്കുന്ന കപ്പയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ അകത്തോട്ടാണ് നമ്മൾ ഈ ബീഫിനെ എടുത്തിട്ടുണ്ട്. ബീഫല്ല, എല്ല്, നല്ല വാരി എല്ല്, ബീഫിൻ്റെ വാരി എല്ല്. ഇതല്ലേ, ഇത് കുഴച്ചില്ലേലും നല്ല ടേസ്റ്റാണ്. കുഴക്കില്ല, ഇത് എല്ലും കപ്പ ഉണ്ടാക്കിയില്ലെങ്കിലും നല്ലപോലെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ ഇരുന്ന് എല്ലായുണ്ട്, എല്ലും കപ്പയായിട്ട് നമുക്കിത് രണ്ടോട് മിക്സ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ഓരോ സ്റ്റെപ്പായിട്ട് കുറച്ച് വെള്ളം കുറച്ച് ചാറൊഴിക്കുന്നു, കഷ്ണം ഇടുന്നു, ഇളക്കുന്നു, അങ്ങനെ കേട്ടോ. എങ്കിലേ ലാസ്റ്റ് മിക്സ് ആകത്തുള്ളൂ. വേണ്ടേ, അതിന് നമ്മൾ ഇളക്കാൻ പോവാം കേട്ടോ. നല്ല കുറുകുറാന്നിരിക്കുന്ന ബീഫ് എല്ല് ചാറ് ഇതുണ്ടോ, നല്ല നെയ്യോടുകൂടി നേരെ കപ്പയ്ക്കകത്തിട്ട് മിക്സ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് നമ്മുടെ എൻഡിങ് സ്റ്റേജിലോട്ട് കിടക്കാൻ പോവാണ്. ഇതേണ്ടേ ഫൈനൽ സ്റ്റെപ്പാണ്. ഫൈനൽ സ്റ്റേജിലോട്ട് കിടക്കാൻ പോവാണ്. നല്ല അങ്ങനെ നമ്മൾ സെർവ് ചെയ്യുവാണ്. ഇതേണ്ട നമ്മുടെ നല്ല തൂവെള്ള കളറിലുള്ള കാസറോളിൻ്റെ പാത്രത്തിലോട്ട് നമ്മൾ, കാസറോളല്ലേ ഇത്, അങ്ങനല്ലേ പേര് പറഞ്ഞേ, എന്നാ പാത്രം, ഇതന്നെ നമ്മൾ സെറാമിക് ബൗളിലോട്ട് നമ്മൾ ഇട്ടു. ഇതല്ലേ നല്ല, എന്നിട്ട് നമ്മളൊരു ഇത് വെച്ച് ഇങ്ങനെ നല്ല വട്ടത്തിലരിഞ്ഞ സവോളയുടെ പീസ് ഇട്ടു. എന്നിട്ട് അത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഇതുകൊണ്ട് നേരെ ഇരിക്കുന്ന സ്ഥലത്തോട്ട് പോകുന്നു. അങ്ങനെ നമ്മൾ കപ്പ ബിരിയാണി നമ്മുടെ സീറ്റ് വന്നിട്ട് നമ്മൾ ഇരിക്കുന്നിടത്ത് വന്നു. ഇനി നമുക്കിനി കഴിച്ചു നോക്കാം. ഓക്കെ, ഇങ്ങനെ എടുക്കുക, നല്ല ചൂട് കപ്പ ബിരിയാണി.
പൊളി സാധനം കേട്ടോ. ഇതേണ്ടേ നല്ല പൊളിപ്പ സാധനം. നമ്മൾ കടയിൽ മേടിക്കുന്ന പോലെ പോലെ കടയിൽ മേടിക്കുന്നത് മൊത്തം എല്ലാവരും നല്ല ഇറച്ചിയൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ഇതിപ്പോൾ ട്രൈ നോക്കുക. സൂപ്പർ കേട്ടോ.